പെൻസിലും കളർ പേനയും ഉണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ചിത്രങ്ങൾ എളുപ്പത്തിൽ വരച്ചു പഠിക്കാം. ആദ്യമായി നമുക്ക് പൂച്ചയെ വരയ്ക്കാം. എങ്ങനെയുള്ള പൂച്ചയാണെന്നോ? പുല്ലിൽ ഒളിഞ്ഞിരുന്ന് മീനിനെ തിന്നാൻ പതുങ്ങിയിരിക്കുകയാണ് നമ്മുടെ പൂച്ച. ആദ്യമായി ഇങ്ങനെ പുല്ല് വരയ്ക്കുക. കൂട്ടുകാരെല്ലാവരും വരച്ചില്ലേ? ശേഷം പൂച്ചയുടെ ചെവി വരയ്ക്കുക. പിന്നീട് ഇങ്ങനെ വാലും മുഖവും വരയ്ക്കുക. ശേഷം കണ്ണ് വരയ്ക്കുക. പിന്നീട് വായയും മീശയും വരയ്ക്കുക. ഇനി പുല്ലിനിടയിൽ പൂക്കൾ വരയ്ക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ പൂച്ചച്ചേട്ടൻ പതുങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിന് നിറം കൊടുക്കാം. ഇപ്പോൾ എന്ത് ചന്തമാണല്ലേ? അടുത്തതായി നമുക്ക് മുയൽ ചേട്ടനെ വരച്ചു നോക്കാം. ആദ്യമായി ഇങ്ങനെ ചെവി വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ മുഖം വരയ്ക്കുക. പിന്നീട് ഇതുപോലെ ഒരു വര വരയ്ക്കുക. ശേഷം കാൽ വരയ്ക്കുക. പിന്നീട് കൈ വരയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മുയലൻ ചേട്ടൻ നമ്മെ എല്ലാവരെയും നോക്കുന്നത് കണ്ടില്ലേ? ഇനി നമുക്ക് നിറം കൊടുക്കാം. എന്ത് ഭംഗിയല്ലേ? അടുത്തതായി നമുക്ക് കട്ടുറുമ്പിനെ വരയ്ക്കാം. ആദ്യമായി ഇങ്ങനെ വായ വരയ്ക്കുക. ശേഷം കണ്ണുകൾ വരയ്ക്കുക. ശേഷം അടിയിൽ ഇതുപോലെ വട്ടമിടുക. പിന്നീട് പുള്ളിയും വരയുമൊക്കെ ഇടുക. ഇപ്പോൾ കട്ടുറുമ്പായില്ലേ? ഇനി നമുക്ക് ഇതിന് നിറം കൊടുക്കാം അല്ലേ? എന്ത് രസമാണല്ലേ കൂട്ടുകാരെ? ഇനി നമുക്ക് കിളിയെ വരയ്ക്കാം. ആദ്യമായി ഇതുപോലെ ഒരു ചെറിയ വട്ടവും മുകളിലൂടെ ഒരു വലിയ വട്ടവും ഇടുക. ശേഷം കിളിയുടെ ചുണ്ട് വരയ്ക്കുക. പിന്നീട് കണ്ണ് വരയ്ക്കുക. പിന്നീട് അടിയിലേക്ക് ഇതുപോലെ ഒരു വരയിടുക. ശേഷം വാല് വരയ്ക്കുക. ഇപ്പോൾ രസകരമായ കിളിയായില്ലേ? കൂട്ടുകാരെ,
കിളി മരത്തിലിരുന്ന് കാഴ്ചകൾ കാണുന്നത് കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിന് നിറം കൊടുക്കാം. എന്ത് രസമാണല്ലേ കൂട്ടുകാരെ!